എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഫസ്റ്റ് ഇയർ എക്സാമിനേഷൻ റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് അറിയാനുള്ള വെബ്സൈറ്റ് എന്ന് പറയുന്നത് results.hsc.kerala.gov.in എന്നുള്ള വെബ്സൈറ്റാണ്. ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേജിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ എല്ലാവരും ഇപ്പോൾ തന്നെ റിസൾട്ട് നോക്കണമെന്നൊന്നുമില്ല. കാരണം എല്ലാ വിദ്യാർത്ഥികളും, അതായത് ഏകദേശം ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളായിരിക്കും ഈ ഒരു +1ൻ്റെ ഫസ്റ്റ് ഇയർ എക്സാം റിസൾട്ട് പരിശോധിക്കാനായിട്ട് വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കുന്നുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ വിദ്യാർത്ഥികൾക്കും പെട്ടെന്ന് തന്നെ വെബ്സൈറ്റിലേക്ക് ഓപ്പൺ ചെയ്യാനായിട്ട്, അതായത് വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റണം എന്നില്ല. കാരണം ചില സമയത്ത് വെബ്സൈറ്റ് ലോഡ് ചെയ്യാതെ ഇരിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ അല്പസമയമൊക്കെ കഴിഞ്ഞാൽ, അതായത് നിങ്ങളൊരു ഇന്ന് വൈകുന്നേരം ഒരു 7 മണിയൊക്കെ ആകുന്ന സമയത്തേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ടും അറിയാം, അതുപോലെ തന്നെ റിസൾട്ടിൻ്റെ PDF-ഉം ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക, അതായത് results.hsc.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഇവിടെ പബ്ലിഷ്ഡ് റിസൾട്ട്സ് എന്നുള്ള ഭാഗത്ത് VHSC NSQ ഫസ്റ്റ് ഇയർ മാർച്ച് എക്സാമിനേഷൻസ് 2025, അതുപോലെ തന്നെ HSC ഫസ്റ്റ് ഇയർ മാർച്ച് എക്സാമിനേഷൻസ് 2025 എന്ന് പറഞ്ഞിട്ട് കാണാം. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് പബ്ലിഷ്ഡ് ഓൺ എന്നുള്ള ഭാഗത്ത് 6 മിനിറ്റ് മാത്രമേ ആയിട്ടുള്ളൂ ഈ ഒരു റിസൾട്ട് വന്നിട്ട്, അതായത് 3 മണിക്ക് റിസൾട്ട് വരുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നതെങ്കിലും അത് റിസൾട്ട് വെബ്സൈറ്റിലേക്ക് ലഭ്യമാകാനായിട്ട് കുറച്ച് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. എന്നാലും 6 മിനിറ്റ് എന്നാണ് കാണിച്ചിട്ടുള്ളത്. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാം ആക്ഷൻസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ അവിടെ ചെക്ക് റിസൾട്ട് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ HSCയുടേതാണോ VHSCയുടേതാണോ ഏതാണ് അറിയേണ്ടത്? VHSCയുടേത് VHSC NSQF-ൽ ഉണ്ടാകും, അതുപോലെ NSQF ആയിരുന്നാലും VHSC NSQF-ൽ തന്നെയാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് HSC ആണോ VHSC ആണോ ഏതാണെന്ന് നോക്കിയിട്ട് നിങ്ങൾ അതിന് നേരെയുള്ള ഇവിടെയുള്ള ചെക്ക് റിസൾട്ട് എന്നുള്ള ആ ഒരു ലിങ്കിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ HSCയുടെ റിസൾട്ടാണ് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ഈ രണ്ടാമതായിട്ട് കൊടുത്തിട്ടുള്ള, അതായത് ഇവിടെ കൊടുത്തിട്ടുള്ള ആ ഒരു ചെക്ക് റിസൾട്ട് എന്നുള്ളതിലാണ് ഞാൻ ക്ലിക്ക് ചെയ്യുന്നത്. അപ്പോൾ രണ്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഏകദേശം റിസൾട്ട് നോക്കേണ്ട ഇൻ്റർഫേസ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും, അതായത് റിസൾട്ടിൻ്റെ പേജിൻ്റെ മോഡൽ സെയിം ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ VHSCയുടെ ഏതായിരുന്നാലും അല്ലെങ്കിൽ HSCയുടെ ഏതായാലും റിസൾട്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ കൃത്യമായിട്ട് നിങ്ങൾക്ക് എങ്ങനെ നോക്കാം എന്നുള്ളത് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചെക്ക് റിസൾട്ടിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ചെക്ക് റിസൾട്ടിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അടുത്ത പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ നിലവിൽ ഏകദേശം ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ റിസൾട്ട് പരിശോധിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് അതായത് നിങ്ങളൊരു 7 മണിയാവുന്ന സമയത്തൊക്കെ നിങ്ങൾ പരിശോധിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ആ ഒരു സമയത്ത് വെബ്സൈറ്റ് കൃത്യമായിട്ട് നിങ്ങൾക്ക് ലോഡായിട്ട് കിട്ടുന്നതാണ്. നിലവിൽ ചെക്ക് റിസൾട്ടിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു എറർ കോഡാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് +2ൻ്റെ റിസൾട്ട് നോക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. കാരണം ആ ഒരു പേജ് കൃത്യമായിട്ട് ലോഡാവുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ്, അപ്പോൾ ആ ഒരു പേജ് കാണിക്കേണ്ട, ഈ ഒരു പേജ് തന്നെ ലോഡായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ, അതായത് നിങ്ങളുടെ +1ൻ്റെ രജിസ്ട്രേഷൻ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്ന സമയത്ത് കൃത്യമായിട്ട് ഇവിടെ നിങ്ങൾക്ക് ഏത് മാസമാണ് ജനിച്ചത്, ഏത് ദിവസമാണ് ജനിച്ചത്, ഏത് വർഷമാണ് നിങ്ങൾ ജനിച്ചത് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു സാമ്പിളായിട്ട് സെലക്ട് ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ് കുറച്ച് ഇംഗ്ലീഷ് അക്ഷരം കാണാം, ഇതാണ് ക്യാപ്ച എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ എവിടെയാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതായത് ഇവിടെ നിങ്ങൾക്ക് കുറച്ച് ഇംഗ്ലീഷ് അക്ഷരം കാണാം, അത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അതായത് ടെക്സ്റ്റ് ഫ്രം ഇമേജ് എന്നുള്ള ഭാഗത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇത് കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ ഇവിടെ റിന്യൂ ബട്ടൺ കൊടുത്തിട്ടുണ്ട്, അതായത് ഒരു ഏറോ വളഞ്ഞിട്ടുള്ളൊരു സിമ്പിളാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ആ ഒരു ഏറോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഇംഗ്ലീഷ് അക്ഷരം ചേഞ്ച് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് ചേഞ്ച് ആവുന്നതാണ്. നിലവിൽ ഇപ്പോൾ നിരവധി, അതായത് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുന്നത് കൊണ്ടാണ് ആ ഒരു ഇംഗ്ലീഷ് അക്ഷരം ചേഞ്ച് ചെയ്ത് വരാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ളത്. ചിലപ്പോൾ നിങ്ങൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ആയിരിക്കും കാണുക. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ റിസൾട്ട് നോക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഈ ഒരു വെബ്സൈറ്റ് ചിലപ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് പെട്ടെന്ന് കിട്ടണമെന്നില്ല. അപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് ഈ ഒരു നെറ്റ് സ്പീഡ് ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ആ ഒരു ഇംഗ്ലീഷ് അക്ഷരം നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ സ്ക്രീനിൽ എന്താണ് ഇംഗ്ലീഷ് അക്ഷരം കാണുന്നത് അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ചെക്ക് റിസൾട്ട് എന്ന് പറഞ്ഞിട്ടുള്ള, അതായത് ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു ചെക്ക് റിസൾട്ടിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാൻ സാധിക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ടിൻ്റെ PDF അറിയണമെങ്കിൽ, അതായത് ഇന്ന് വൈകുന്നേരം 6 മണിക്ക് ശേഷം മാത്രമാണ് നിങ്ങൾക്ക് റിസൾട്ടിൻ്റെ PDF ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുക. അതായത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ദ PDF ഡൗൺലോഡ് ബട്ടൺ വിൽ ബി ഇനേബിൾഡ് അറ്റ് 2/6/2025 6 PM ഇൻ 2 hours. അതായത് ഇനി 2 മണിക്കൂറും കൂടി ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. 2 മണിക്കൂർ ആണെന്നാണ് തോന്നുന്നത്. അപ്പോൾ 6
മണിക്കാണ് നിങ്ങളുടെ റിസൾട്ട് അറിയാൻ പറ്റുക. അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാം ഇപ്പോൾ ആ ഒരു ക്യാപ്ച കോഡ് വന്നത് കാണാം. അപ്പോൾ ഇത് നിങ്ങൾ എന്താണ് വന്നിട്ടുള്ളത് അത് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ക്യാപ്ച കോഡ് തെറ്റിയിട്ടുണ്ടെങ്കിലാണ് എറർ വരിക. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു 7 മണിയാവുന്ന ആ ഒരു സമയത്തൊക്കെ റിസൾട്ട് നോക്കിയാൽ മതി. കാരണം ആ ഒരു സമയത്ത് വെബ്സൈറ്റ് കൃത്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു PDF വരുന്ന സമയത്ത് എങ്ങനെയാണ് അത് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ള കാര്യം കൂടി പറഞ്ഞു തരാം. PDF വരുന്ന സമയത്ത് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ നമ്പർ അതുപോലെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെ ആ ഒരു സമയത്ത് എന്താണോ ഇവിടെ ആ ഒരു ഇംഗ്ലീഷ് സെഷൻ കാണുന്നത് അത് കൃത്യമായിട്ട്, അതായത് ഇവിടെ എന്താണോ ഇംഗ്ലീഷ് സെഷൻ കാണുന്നത് അത് കൃത്യമായിട്ട്, ആ ഒരു സമയത്ത് എന്താണോ കാണുന്നത് അത് കൃത്യമായിട്ട് ഇവിടെ ടെക്സ്റ്റ് ഫ്രം ഇമേജ് എന്നുള്ള ഭാഗത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ ആ ഒരു സമയത്ത് ആ ഒരു ഇംഗ്ലീഷ് സെഷൻ മാറ്റാനായിട്ട് ആ ഒരു റിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഇംഗ്ലീഷ് സെഷൻ വരുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് PDF ഡൗൺലോഡ് ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു സമയത്ത് ചെക്ക് റിസൾട്ട് കാണാം, എന്നാൽ അതിൽ ക്ലിക്ക് ചെയ്യാതെ PDF ഡൗൺലോഡ് ചെയ്യേണ്ടത് ആയതുകൊണ്ട് തന്നെ താഴെയായിട്ട് ഡൗൺലോഡ് PDF എന്ന് പറഞ്ഞുള്ള ഒരു ബട്ടൺ കാണാൻ പറ്റും. ഒരു നീല ബട്ടണാണ്. അപ്പോൾ ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് നിങ്ങളുടെ PDF ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ PDF എന്ന് പറയുമ്പോൾ അത് പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള PDF ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പാസ്വേഡ് എന്ന് പറയുമ്പോൾ ആദ്യം നിങ്ങളുടെ രജിസ്റ്റർ നമ്പറാണ് ആദ്യം ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നീട് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുമ്പോൾ ജനനത്തീയതിയാണ്. ഇപ്പോൾ രജിസ്റ്റർ നമ്പർ എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ കാണിച്ചു തരാം എങ്ങനെയാണ് പാസ്വേഡ് വരുന്നത് എന്നുള്ളത്. ഇപ്പോൾ രജിസ്റ്റർ നമ്പർ 1 2 3 4 5 6 7 എന്നാണെന്ന് വിചാരിക്കാം. അതുപോലെ നിങ്ങളെ ജനിച്ചിട്ടുള്ളത് ഒരു 3 ജനുവരി 2009 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾ ഈ ഒരു എങ്ങനെയാണ് എഴുതേണ്ടത് പാസ്വേഡ് എന്ന് ചോദിച്ചാൽ ഈ ഒരു പാസ്വേഡ് എന്ന് പറയുമ്പോൾ 1 2 3 4 5 6 7, പിന്നെ അതിനുശേഷം 3 എന്ന് പറയുന്നത് നിങ്ങൾ 03 എന്നാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അത് 3 എന്ന് പറയുമ്പോൾ 03 ആണ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ 03 എന്ന് കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുക. ജനുവരി എന്ന് പറയുമ്പോൾ 01 ആണ്, അതായത് 1-ാം മാസമാണ്, അതുകൊണ്ട് 01 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ 2009 എന്നാൽ കണ്ടിന്യൂസ് ആയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ആദ്യം രജിസ്റ്റർ നമ്പർ, പിന്നീട് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തിന് കൊമയും കാര്യങ്ങളൊന്നും വേണ്ട. ഇതിൻ്റെ ഫോമാറ്റ് എന്ന് പറയുന്നത് ആദ്യം ഡേ, പിന്നീട് മന്ത്, പിന്നീട് ഇയർ, ഈ ഒരു രീതിയിലാണ് വരേണ്ടത്. അതുപോലെ ഡേയും മന്തും വരുന്ന സമയത്ത് ഇരട്ടക്ക രീതിയിലാണ്. അതായത് 3-ാം മാസമാണെങ്കിൽ 03-ഉം, അതുപോലെ അതായത് 3-ാം തീയതി ആണെങ്കിൽ 03 എന്നും, അതുപോലെ തന്നെ 1-ാം മാസം അതായത് ജനുവരി ആണെങ്കിൽ 01, ആ ഒരു ഫോമാറ്റിലാണ് എഴുതേണ്ടത്. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങളത് PDF ഓപ്പൺ ചെയ്യുന്ന സമയത്ത് പാസ്വേഡ് ചോദിക്കും. അപ്പോൾ ഈ ഒരു പാസ്വേഡ് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ എന്താണോ ഡേറ്റ് ഓഫ് ബർത്ത് എന്താണോ അത് കൃത്യമായിട്ട് ഈ ഒരു രീതിയിൽ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ PDF നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ തന്നെയാണ് നിങ്ങൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടെ റിസൾട്ടും പരിശോധിക്കേണ്ടത്. കാരണം ഈ ഒരു സെയിം രീതിയിലുള്ള പേജ് തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.